സന്നിധാനത്ത് മകരവിളക്ക് ഉത്സവം ഇനി 4 ദിവസം കൂടി ആണ് തുടരുക. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. സർവാഭരണ വിഭൂഷിതനായ അയ്യനെ കാണാൻ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ മകരവിളക്ക് ദർശിച്ചത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, സ്വാമി ശരണം. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇന്നലെ മകരവിളക്ക് ദർശിച്ച് വീടുകളിലേക്ക് മടങ്ങിയത്. പക്ഷേ സന്നിധാനത്തെ ഒരു വിശേഷമെന്ന് പറഞ്ഞാൽ അത്രയും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ പകുതിയോളം ഭക്തർ വീണ്ടും കാത്തു നിൽപ്പുണ്ടാവും. താഴെ പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ അയ്യനെ കണ്ടു തൊഴാൻ. കാരണം ആ തിരക്ക് കഴിഞ്ഞിട്ട് അയ്യപ്പനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ. അങ്ങനെ മകരം 1-ന് മകരവിളക്ക് കണ്ട് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് സ്വസ്ഥമായി വലിയ തിരക്കില്ലാതെ തൊഴാമെന്ന് കരുതി വരുന്ന നിരവധി ആയിരക്കണക്കിന് ഭക്തരുണ്ട്. അങ്ങനെ എത്തുന്ന ഭക്തരാണ് ഇന്ന് മുതൽ സന്നിധാനത്തേക്ക് വരുന്നത്. ഇനി 4 ദിവസമാണ് അവർക്കുള്ള ദർശനം. കൂടുതൽ വിശേഷങ്ങൾ മനോജ്, സ്വാമി ശരണം. വിനോദ്, സ്വാമി ശരണം. ഇന്നും ഭക്തിസാന്ദ്രമായി തന്നെ സന്നിധാനം അങ്ങനെ തുടരുകയാണ്. നിരവധി ഭക്തജനങ്ങൾ ഇന്നും എത്തുകയാണ്. കഴിഞ്ഞ ദിവസം മകരവിളക്കുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മകരവിളക്ക് ദർശിച്ച ശേഷം ഭക്തജനങ്ങൾ താഴോട്ട് പമ്പയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ഭക്തജനങ്ങൾ അങ്ങനെ വരുന്നത് സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ്. വെള്ളിയാഴ്ച വരെയാണ് അത്തരത്തിൽ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ ദർശിക്കുവാൻ ഭക്തജനങ്ങൾക്ക് അവസരമുള്ളത്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ മലകയറി എത്തുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലൊന്നു മാത്രം സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ഒരു ശരണമന്ത്രം മുഴക്കിയാണ് ഓരോരുത്തരും ഇങ്ങനെ എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞിരുന്നു. മകരവിളക്ക്, ആ മകരവിളക്ക് ദർശിച്ചത് ലക്ഷങ്ങളാണ്. ശബരിമലയിൽ നിന്നും പുല്ലുമേടിൽ നിന്നും അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നും ആ മകരജ്യോതിയെ കണ്ട് ആത്മസായുജ്യമടഞ്ഞ ഭക്തജനങ്ങളാണ്. അവരൊക്കെ ആത്മസംതൃപ്തിയോടുകൂടി കഴിഞ്ഞ ദിവസവും ഇന്നുമായൊക്കെ ഇവിടെ നിന്നും മലയിറങ്ങുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് മറ്റ് ദിവസങ്ങളിലെ പോലെ തന്നെ, അതായത് സാധാരണ ഈ മണ്ഡലകാലത്തെ പോലെയുള്ള പൂജകളും അതോടൊപ്പം തന്നെ പ്രത്യേക ചടങ്ങുകളും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്നു മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൽ കൃത്യമായും ഈ പടിപൂജ ഇനി വരും ദിവസങ്ങളിൽ ഇന്നു മുതൽ ആരംഭിക്കും. അതിൻ്റെയൊക്കെ തന്നെ തുടക്കമാണ്. ഇന്നിപ്പോൾ മകരവിളക്ക് കഴിഞ്ഞ ഇന്നു മുതൽ. എന്തായാലും നമ്മളോടൊപ്പം അഖിൽ കൂടെ ചേരുകയാണ്. അഖിൽ, ഇവിടെ കുറച്ച് ദിവസമായി തന്നെ ഈ ശബരിമലയിൽ അങ്ങനെ സന്നിധാനത്ത് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്രയുള്ള ദിവസങ്ങളും അതോടൊപ്പം തന്നെ ഇനിയുള്ള ചടങ്ങുകളൊക്കെ എങ്ങനെയായിരിക്കും? ഇന്നു മുതൽ മനോജ്, ഇന്നാണ് പടിപൂജ ആരംഭിക്കുന്നത്. ഇന്നാണ്, അതായത് മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള ഇത് എത്തിയതിനു ശേഷമുള്ള പടിപൂജ ആരംഭിക്കുന്നത് ഇന്നാണ്. പടിപൂജയ്ക്ക് ശേഷം ആയിരിക്കും മാളികപ്പുറത്തു നിന്നുള്ള, അതായത് ഇന്നലെ മുതൽ ആരംഭിച്ച കളമെഴുത്തും പാട്ടിനും ശേഷമുള്ള ആ എഴുന്നള്ളത്ത്, അതായത് കൊടിക്കൂറയും മണിയും അതുപോലെ തന്നെ ജീവിതയും എല്ലാം തന്നെ മാളികപ്പുറത്ത് അമ്മയുടെ നടയിൽ നിന്നും മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ കാരണവന്മാരുടെ വാഴ്ത്തുപാട്ടും ഉണ്ടാകുന്നത് ഇന്നലെ ആരംഭിച്ചിരുന്നു. അത് ഇനി 5 നാളുണ്ടാകും. ഇന്ന് കൊടിമരത്തിനും താഴെ വരെയായിരിക്കും, വലിയ നടപ്പന്തൽ വരെയായിരിക്കും പോവുക. 3-ാമത്തെ ദിവസം അത് വളവ് മറ്റേ യൂട്ടേൺ വരെ പോകുന്നുണ്ടാവും. അങ്ങനെ 5-ാമത്തെ ദിവസമാണ് ശരംകുത്തിയിലേക്ക് അത് പോകുക. അങ്ങനെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിക്കുന്നത്. അതായത് ഭഗവാന്റെ ഭൂതഗണങ്ങളെയെല്ലാം, അതായത് ചെന്നു കണ്ട് അവരെയെല്ലാം സംതൃപ്തിപ്പെടുത്തി തിരിച്ചു മടങ്ങി വരുന്നതായിട്ടാണ് ആ സങ്കല്പത്തെ പോലും കാണുന്നത്. പക്ഷേ ചില വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ വേറെ പലതും ഉണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്നത്തെ നിയന്ത്രണങ്ങൾ സൂചിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിയന്ത്രണങ്ങളിൽ പലതും ഇന്നുണ്ടാകുന്നത് പല കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടു പോകുന്നത് ഇന്ന് മലയിറങ്ങി വരുന്ന ആൾക്കാരുടെ, അതായത് ഇന്നലെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഏകദേശപ്പെടുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇവിടെ സന്നിധാനത്തുണ്ടായിരുന്നു. ആ സന്നിധാനത്തുള്ള അയ്യപ്പ ഭക്തരാകട്ടെ അവർ ഇന്നാണ് മലയിറങ്ങി പുറത്തേക്ക് പോകുന്നത്. ആ മലയിറങ്ങി പുറത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് പൂർണ്ണമായ നിയന്ത്രണങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നു. ആ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പ്രധാനം എന്ന് പറയുന്നത് തന്നെ ആ മലയിറങ്ങി പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കൃത്യമായ അവരുടെ സ്വഗ്രഹങ്ങളിലേക്ക് പോകുന്നതിലേക്കുള്ള സംവിധാനം ഒരുക്കുന്നതിലേക്ക് വേണ്ടി ഇന്ന് ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തന്മാരോട് രാവിലെ 6 മണിക്ക് ശേഷം മാത്രം നിലയ്ക്കലിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ച് വന്നാൽ മതി എന്നതാണ് ദേവസ്വം ബോർഡ് പ്രധാനമായി ഒരു നിർദ്ദേശമായി വെച്ചത്. മറ്റൊന്ന്, രാവിലെ 11 മണി മുതലായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുക. പക്ഷേ ഇത് ഇപ്പോൾ കാണുന്ന ഈ ക്യൂ എന്ന് പറയുന്നത് ഇന്നലെ തന്നെ, അതായത് പടികേറി എത്തുന്ന, അതായത് വില്ലാളി വീരനായും വീരമണി കണ്ഠനുമായുമുള്ള അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി കാത്തുനിന്ന അയ്യപ്പ ഭക്തർ, ആ അയ്യപ്പ ഭക്തർക്ക്
കാത്തു നിൽക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഇന്നലെ കാണാൻ സാധിച്ചില്ല. വൈകുന്നേരം 5 മണിക്കാണ് ദർശനത്തിന് വേണ്ടി നട തുറന്നത് എങ്കിൽ പോലും ആ ദർശനത്തിന് ശേഷം അതായത് തിരുവാഭരണം കടത്തിവിടേണ്ട സാഹചര്യമുണ്ടായിരുന്നു. തിരുവാഭരണത്തിന് ശേഷം എല്ലാ ഭക്തജനങ്ങളും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ കാത്തിരുന്ന ആ ദിവ്യപ്രഭ കാണാൻ, ആ മകരവിളക്കു കാണാൻ, ആ മകരജ്യോതി കാണാൻ ഈ സന്നിധാനത്തിനു പരിസരത്തുമായി കാത്തുനിന്ന നിരവധി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്കുണ്ടായിരുന്നു. അവർക്ക് അതിനുശേഷം വന്ന് അയ്യപ്പനെ കാണാൻ തിരുവാഭരണ വിഭൂഷിതനായി വില്ലാളി വീരനായി വാളും പരിചയുമേന്തി പൊന്നമ്പല വാസനായിരിക്കുന്ന ആ ഭഗവാനെ കാണാൻ സാധിക്കാതിരുന്ന നിരവധി അയ്യപ്പ ഭക്തരുണ്ടായിരുന്നു. അവരെല്ലാവരും രാവിലെ മുതൽ തന്നെ ഈ സന്നിധാനത്തിന്റെ പരിസരത്ത് നിന്ന് ഈ ദർശനത്തിലേക്കായി എത്തുന്നുമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൊക്കെ ഈ സന്നിധാനത്ത് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നു. എന്തായാലും ശബരിമല സന്നിധാനം എന്ന് പറയുന്നത് ഇന്നു മുതൽ മകരവിളക്ക് മഹോത്സവത്തിനാണ് ഇന്നു മുതൽ തുടക്കം കുറിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് കളഭാഭിഷേകമുണ്ട്. രാവിലെ ആ കളഭാഭിഷേകത്തിനു ശേഷം വിശേഷാൽ ബിംബാദി പൂജകളുണ്ട്. ആ ബിംബാദി പൂജകൾക്കും ശേഷമാണ് ഇന്ന് മാളികപ്പുറത്തും വിശേഷാൽ ചടങ്ങുകൾ, പ്രത്യേക രീതിയിൽ ചടങ്ങുകളുണ്ട്. അതിനുശേഷമാണ് ഈ എഴുന്നള്ളത്തുണ്ടാകുന്നത്. ഇന്നു മുതലാണ്, മാസപൂജയിലാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും പടിപൂജ ഉണ്ടാകുന്നത്. ഇന്നു മുതൽ 5 ദിവസം, അതായത് ഇന്ന് മകരമാസം 1 ആയിരുന്നു ഇന്നലെ. അതിപ്പോൾ മാസപൂജ കണക്കാണ്. ഇപ്പോൾ ആ മാസപൂജയുടെ പടിപൂജയും ആരംഭിക്കുന്നത് ഇന്നു മുതലാണ്. ഇന്നു മുതൽ വളരെ ഭക്തജന തിരക്ക് കൂടും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം നേരത്തെ മനോജ് സൂചിപ്പിച്ചതുപോലെ ഭക്തിസാന്ദ്രമാണ്. വരും ദിവസങ്ങളിൽ അത് അങ്ങനെ തന്നെയായിരിക്കാനാണ് സാധ്യത. ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് മനോജ്. ഇതിൽ ഈ അയ്യപ്പ ഭക്തർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പോലീസ് നടത്തി ഇന്നലത്തെ ഒരു ഇടപെടലുണ്ട്. ആ പോലീസ് 5000-ഓളമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സന്നിധാനവും പരിസരത്തും ഒക്കെ ഉണ്ടായിരുന്നു. ആ പരിസരത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും വലിയ ആകാംക്ഷയോടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും അധികം അയ്യപ്പ ഭക്തരെത്തിയാൽ എങ്ങനെ നിയന്ത്രിക്കുമെന്ന്, പോലീസിന്റെ ബാക്കി നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അത്തരത്തിൽ വലിയ ഭക്തജന തിരക്കുണ്ടായപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളുണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ ഒരു പരിധിവരെ അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും ഇനി 11 മണി മുതൽ മാത്രമേ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞിറങ്ങിയ ഭക്തജനങ്ങളോട് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മകരവിളക്ക് ദർശിച്ച ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇങ്ങോട്ടേക്ക്, അതായത് പുല്ലുമേടൊക്കെയുള്ള ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പ്രവേശനമില്ലായിരുന്നു. കാരണം ആ സമയത്ത് പുല്ലുമേട് വഴിയുള്ള യാത്ര അത് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ രാവിലെയാണ് അവർക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങുന്ന ഭക്തജനങ്ങൾക്ക്, മലയിറങ്ങുന്ന ഭക്തജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മകരവിളക്ക് മഹോത്സവം ഇനി ഉള്ള ദിവസങ്ങളിൽ അത് ഓരോ ദിവസവും അങ്ങനെ പടിപൂജയും അങ്ങനെ ഓരോ തരത്തിലുള്ള ചടങ്ങുകളും അതൊക്കെ തന്നെ വളരെയധികം ഭക്തിസാന്ദ്രമായി അതൊക്കെ നേരിട്ട് കാണുവാനും. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനൻ TV സംഘത്തിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ തിക്കും തിരക്കും ആഘോഷവും ഒക്കെ കണ്ടവരാണ്. ഇന്നലെ ഒരു രാത്രി അത് മനസ്സിലിപ്പോഴും കൺമുന്നിലിപ്പോഴുമില്ലേ? ഓർത്തു പറയാമോ? തീർച്ചയായും ഇന്നലെ ചരംകുത്തിയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അവിടേക്ക് തിരുവാഭരണങ്ങൾ ആ 3 പേടകങ്ങളിലായി കൊണ്ടുവന്നു. അവിടെ നിന്നുമുള്ള സ്വീകരണം അതൊക്കെ വളരെയധികം പ്രൗഢിയോടുകൂടി അങ്ങനെ ആ ഒരു ആചാരപ്പെരുമയിൽ തന്നെ അങ്ങനെ ആ തിരുവാഭരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇരുവശത്തും അങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അവരുടെ ശരണമന്ത്ര ധ്വനികൾ അങ്ങനെ ഉയരുന്ന അന്തരീക്ഷത്തിൽ വളരെയധികം ഭക്തിസാന്ദ്രമായി അങ്ങനെ അതിൽ അലിഞ്ഞു ചേർന്നാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ മുന്നോട്ട് പോകുക. അങ്ങനെ ആ ഒരു മകരവിളക്ക് ദർശിക്കുവാനുള്ള ആ നിമിഷങ്ങളിലേക്ക് കടക്കുക. എന്തായാലും തിരുവാഭരണം ഇവിടെ എത്തിയപ്പോഴേക്കും ഓരോരുത്തരെയും കണ്ണിനുള്ളിൽ അങ്ങനെ അതിൽ തന്നെ അങ്ങനെ നോക്കി തൊഴുതുകൊണ്ട് ആ പ്രാർത്ഥനയോടെ ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ തിരുവാഭരണങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ അത് സ്വീകരിച്ച് അത് ചാർത്തി ആ വില്ലാളി വീരനായ തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കാണുവാൻ വേണ്ടി അങ്ങനെ ഭക്തജനങ്ങളെത്തി. അതോടൊപ്പം ആ ദീപാരാധന സമയം ഇവിടെ മുഴങ്ങിയ ആ ശരണമന്ത്രങ്ങൾ എല്ലാ ഭക്തരും ഒന്നിച്ചങ്ങനെ ശരണമന്ത്ര ധ്വനികൾ ഉയർത്തിക്കൊണ്ട് അങ്ങനെ മകരവിളക്ക് കാണുവാൻ വേണ്ടി, അവിടെ ആ ജ്യോതി തെളിയുന്നത് കാണുവാൻ വേണ്ടി ഒരേ സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. എല്ലാവരും പല സ്ഥലങ്ങളിലായി നിന്നുകൊണ്ട് ആ മകരജ്യോതി ദർശിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ, ഓരോ ഭക്തരുടെയും മനസ്സിൽ അങ്ങനെ ആത്മസംതൃപ്തിയുടെ ആ നിമിഷങ്ങൾ അത് നമ്മളിലൂടെ കൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു അനുഭൂതിയും
അതോടൊപ്പം തന്നെ ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ അന്തരീക്ഷത്തിൽ ഒരേ വികാരത്തിൽ ലയിച്ചു ചേരുവാൻ എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. ആ മകരവിളക്കിനോട് അത് കാണുമ്പോൾ അത് ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് മനോജ്, ഞാനിന്ന് 40ാമത്തെ ദിവസമാണ് ഈ മണ്ഡലകാലം, അതായത് നവംബർ 14 ആരംഭിച്ച മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിൽ ഇന്ന് എൻ്റെ 40ാമത്തെ ദിവസമാണ് ഈ ശബരിമല സന്നിധാനത്ത് നിന്നും പ്രേക്ഷകർക്കൊപ്പം ജനൻ ടി വിക്കൊപ്പം ഈ സന്നിധാനത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന എൻ്റെ 40ാമത്തെ ദിവസമാണ്. ഈ മണ്ഡലകാലത്തിൽ നാളെ കൂടി ആകുമ്പോൾ 41 ദിവസത്തെ ഒരു മണ്ഡലകാല പൂർണ്ണമാകുന്ന എൻ്റെ ഒരു ദിവസം കൂടിയാണ്. എന്തായാലും മകരവിളക്ക് മഹോത്സവം അത് ഈ സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ നിന്ന്, അതായത് സന്നിധാനത്ത് ഏറ്റവും അയ്യപ്പ ഭക്തന്മാർക്ക് നടുവിൽ നിന്നിട്ടാണ് ഈ ജനൻ ടി വിയുടെ പ്രേക്ഷകർ ഭക്തർക്കൊപ്പം നിന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് അവർക്കൊപ്പം നിന്നിട്ടാണ് ഇന്നലെ മകരവിളക്ക് ഞാൻ കാണുന്നത്. അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ അവിടെ ആ മകരജ്യോതി തെളിയുന്ന സമയത്ത്, ഓരോ തവണ തെളിയുന്ന സമയത്തും തൊണ്ടപൊട്ടുമാറ് ആണ് കണ്ഠങ്ങളിൽ നിന്നും എൻ്റെ അയ്യപ്പ എൻ്റെ അയ്യപ്പ എൻ്റെ അയ്യപ്പ ശരണമയ്യപ്പ എന്ന ആ നാമങ്ങൾ ഉരുവിടുന്നത്. എല്ലാവരും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാത്ത എല്ലാവരെയും സമത്വതുല്യമായി കാണുന്ന തത്വമസി പൊരുളായ അയ്യപ്പൻ്റെ മുമ്പിൽ അങ്ങനെ നിന്ന് തൊഴുന്ന ഒരു ഭാഗ്യമാണ് ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെ 8:45 അതായത് ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് സൂര്യഭഗവാൻ പ്രവേശിക്കുന്ന ആ സമയത്താണ് മകരസംക്രാന്തി പൂജ ഉണ്ടാകുന്നത്. ആ മകരസംക്രാന്തി പൂജയിൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്ത്തേങ്ങയിൽ നിന്നുള്ള നെയ്യാണ് അഭിഷേകം ഭഗവാന് ചെയ്തത്. അതിനുശേഷം വിശേഷാൽ അഭിഷേകാദി ക്രിയകൾക്ക് ശേഷമാണ് സംക്രാന്തി പൂജ അവസാനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട്, അതായത് അതിനും ഒരു ദിവസം മുമ്പ് തന്നെ ശുദ്ധിക്രിയകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. വാസ്തുബലി ഉണ്ടായിരുന്നു, വാസ്തുഹോമം ഉണ്ടായിരുന്നു, ഷോഡശ ഹോമം ഉണ്ടായിരുന്നു, പ്രാസാദ ശുദ്ധി ഉണ്ടായിരുന്നു, അങ്ങനെ ബിംബശുദ്ധി ഉണ്ടായിരുന്നു, സഹസ്ര കലശാഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്രിയകളൊക്കെ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മകരവിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് അത് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും എല്ലാം ആയ ഒരു ആത്മനിർവൃതി പകർന്നു നൽകുന്നതാണ്. അത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇന്നലെ ആ മകരജ്യോതി കണ്ടത് ജനം ടി വിയിലൂടെയാണ് എന്ന് പറയുമ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധികളെന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ മറികടന്ന് കൂടുതൽ പ്രേക്ഷകർ നമ്മുടെ ജനൻ ടി വിയിലൂടെ കൃത്യമായി മകരവിളക്ക് ദർശിച്ചു എന്നുള്ള ഒരു വിശേഷം കൂടിയുണ്ട്. അഖിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനൻ ടി വി ടീമിന് ഇത് കൃത്യമായി ശബരിമലയിലെ ഓരോ നിമിഷങ്ങളും കൃത്യമായി ഭക്തരിലേക്ക് എത്തിക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനൻ ടി വിക്ക് അഭിനന്ദനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ ഇതിലും വെബിലും ഒക്കെ വരുന്നുണ്ട്. ഹരി, അതേപോലെ തന്നെ പ്രകാശൻ വേലിക്കുട്ടി, PRP കുറിപ്പ് തുടങ്ങിയ പ്രേക്ഷകരൊക്കെ തന്നെ ജനൻ ടി വിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കൃത്യമായ തെളിവ് കൂടി, അതായത് പല ഭക്തരും പറയുന്നത് ജനം ടി വിയിലൂടെ മകരവിളക്ക് ദർശിക്കുമ്പോൾ നേരിട്ട് സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദർശിക്കുന്നതിൻ്റെ അതേ അനുഭവമാണ് ഞങ്ങൾക്ക് എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ഇന്നലെ ഇത്രയധികം ഭക്തർ ജനൻ ടി വിയിലൂടെ കൃത്യമായി മകരവിളക്ക് ദർശിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും.